ഡൽഹിയിൽ 6 വയസ്സുകാരെ നേരിട്ടത് കൂട്ടബലാത്സംഗം. പീഡിപ്പിച്ചതോ 15 വയസ്സിൽ താഴെയുള്ളവർ. 3 പേർ കസ്റ്റഡിയിലാണ്. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ഭജൻപുരയിലാണ് ഈ സംഭവം. 15 വയസ്സിൽ താഴെ പ്രായമുള്ള 3 ആൺകുട്ടികൾ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു ആ കുഞ്ഞിനെ. അയൽവാസികളാണ് 13, 14, 15 വയസ്സുള്ള പ്രതികൾ. ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ജനുവരി 18-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രതികളെല്ലാം ഒരേ പ്രദേശത്ത് താമസിക്കുന്നവരാണ്, പരസ്പരം അറിയുന്നവർ. പെൺകുട്ടിയുമായി പരിചയമുള്ള ഈ പ്രതികൾ ഈ കുട്ടിയെ പ്രലോഭിപ്പിച്ച് ഒരു വീടിന്റെ ടെറസിന് മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ പെൺകുട്ടി തിരികെ വീട്ടിലെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ച മട്ടിലാണ്. അപ്പോൾ ആ വീട്ടുകാർ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. ആ പെൺകുട്ടി ആദ്യം പറഞ്ഞത് വീണ് പരിക്കേറ്റു എന്നാണ്. പക്ഷേ ആ ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും കാണാതെ വന്നപ്പോൾ കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഒരു കൂട്ടബലാത്സംഗം നടന്ന വിവരം പുറത്തേക്കെത്തിയത്. അങ്ങനെ പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ആ വൈദ്യപരിശോധനയിലാണ് അവിടെ ഒരു കൂട്ടബലാത്സംഗം നടന്നു എന്ന് വ്യക്തമായത്. ഈ ബലാത്സംഗം നടന്ന സംഭവ സ്ഥലത്ത് പോലീസ് രക്തക്കറ കണ്ടെത്തുകയും ചെയ്തു. ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. ആ ഒറ്റ ആവശ്യം മാത്രമാണ് ആ പെൺകുട്ടിയുടെ അമ്മ ഉന്നയിക്കുന്നത്. मेरी लड़की के साथ सर गलत हुआ था। 3 जने थे लड़के, पूरा आई लटपट लड़की ऐसे ही बोलती है कि मम्मी मेरे साथ दिलजान ने, फैज ने, साहिद ने ऐसे ऐसे किया। मैं जफराबाद थाने में लेके भागती हूँ। फिर जफराबाद पुलिस वाले ने 2 अपराधित को पकड़े गया। अभी एक आरोपी फरार है। हाँ, एक पुराई फरार है। सबसे मेन चीज वही है, पुलिस वाले लापरवाही कर रहे हैं हमारे साथ। 15 വയസ്സിൽ താഴെയുള്ള ക്രിമിനലുകൾ. ഇനി ഇതിൽ ഒരാളുടെ, ആ പ്രതികളിൽ ഒരാളുടെ അമ്മ ഈ പെൺകുട്ടിയുടെ അവസ്ഥ കാണുകയാണ്. എന്നിട്ട് ആ അമ്മ സ്വന്തം മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അങ്ങനെയും ഉണ്ടായി. കേസ് അന്വേഷണത്തിൽ പോലീസ് പക്ഷേ അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപിക്കുകയാണ് ആ ഭജൻപുരയിലെ താമസക്കാരിൽ പലരും. 4 ദിവസമായി അവർ പ്രതിഷേധത്തിലാണ്. എന്തായാലും ഭാരതീയ ന്യായ സംഹിത, പോക്സോ നിയമങ്ങളൊക്കെ പ്രകാരം കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രതികളായ 3 കുട്ടികളും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു. ഇനി പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നു. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്കും വിധേയമാക്കി, മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗും പരിചരണവും ഒക്കെയാണ് ഇനി നൽകേണ്ടതെന്ന് പോലീസ് പറയുന്നു. എന്താണെങ്കിലും കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ് ഡൽഹി. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം ഭാര്യ കാമുകനൊപ്പം ഒളിച്ചോടി. അത് കേട്ട് മനംനൊന്ത് ഭർത്താവിന്റെ ആത്മഹത്യ. തൊട്ടു പിന്നാലെ കല്യാണ ബ്രോക്കർ. വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.